രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ടി ദാമോദരനുമായി ചേർന്ന് മലയാളത്തിൽ അവതരിപ്പിച്ച ഒരു പറ്റം സിനിമകളാണ് ഈ നാട്, ഇനിയെങ്കിലും തുടങ്ങിയ സിനിമകൾ. അതൊക്കെ നമുക്കറിയാം. അങ്ങാടിയായാലും ഈ നാടാണെങ്കിലും ഇനിയെങ്കിലും ആണെങ്കിലും ഒക്കെ ആൾക്കൂട്ടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സാധ്യമാക്കിയത്. ഒരുപാട് ഒരു ഫ്രെയിമിൽ തന്നെ നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അത്രത്തോളം തന്നെ 20-30 താരങ്ങൾ വരുന്ന രംഗങ്ങൾ, അന്ന് നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അന്നൊരു പക്ഷേ നമ്മുടെ സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ, ഉപകരണങ്ങളുടെയും ചിത്രീകരണ ഉപാധികളുടെയും ബജറ്റിൻ്റെയും ഒക്കെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ രംഗ ആവിഷ്കാരം. അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത് താര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഛായാഗ്രാഹകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ട ഛായാഗ്രാഹകനായിരുന്നു താര. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ തുടർച്ചയായിട്ട് താരയാണ് ഛായാഗ്രാഹകൻ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് ജയാനൻ വിൻസെൻ്റ്. ഇവരുടെ ഒരു കൂട്ടായ്മ, അവരവതരിപ്പിച്ചിരുന്ന അതിസാഹസികമായിട്ടുള്ള ചിത്രീകരണ ശൈലി, ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നത് അത്രയധികം ആൾക്കൂട്ടത്തെയും അത്രയധികം പ്രകൃതി പശ്ചാത്തലത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഘട്ടന രംഗങ്ങൾ, ആൾക്കൂട്ട രംഗങ്ങൾ, സമരരംഗങ്ങൾ, വ്യാജമദ്യ ദുരന്തത്തിൻ്റെ ചിത്രീകരണം. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സിനിമയാണ് 1921 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ കഥ പറഞ്ഞ് വാഗൺ ട്രാജഡി അടക്കം അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി. നമുക്കറിയാം, ഒരു രംഗത്ത് തന്നെ സൂപ്പർ താരങ്ങളടക്കം നിരവധി താരങ്ങൾ ഒരുമിച്ച് അണിനിരന്ന അതിലെ സംഘടന രംഗങ്ങളിലൊക്കെ അത്രയധികം ആൾക്കാരാണ് ഉൾക്കൊള്ളിച്ചിട്ടാണ് അദ്ദേഹം ശരിക്കും സംവിധായകൻ്റെ മെഗാഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രയോഗം നമ്മൾ ക്ലീഷയായി പ്രയോഗിക്കാറുണ്ട്. ആ മെഗാഫോണൊക്കെ യഥാർത്ഥത്തിൽ കൈയേന്തി ആളുകളെ നിയന്ത്രിച്ച്, കൂട്ടത്തെ നിയന്ത്രിച്ച് ചിത്രീകരണത്തിന് തയ്യാറായിട്ടുള്ള സംവിധായകരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഐ വി ശശി.